ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. എന്നോടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയെ തന്നല്ലോ. എന്നോടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയെ തന്നല്ലോ. എന്തത്ഭുതം ദൈവസ്നേഹത്തെ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. രക്താംബരമ്പോ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. രക്താംബരമ്പോ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം ദൈവസ്നേഹത്തിനാഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 57:15 പറയുന്നു, യഹോവ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവന്യമുള്ളവരോട് വസിക്കുന്നു. ദൈവവും മനുഷ്യനും ഒരേ കാര്യം രണ്ട് വ്യത്യസ്ത തലത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. 103 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതോടൊപ്പം തന്നെ അത് മറക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ വിഷയങ്ങൾ ക്ഷമിച്ചാലും മറക്കയില്ല. വളരെ കുസൃതിക്കാരനായ ഒരു ബാലൻ ചെയ്ത ഏതോ ഒരു കുറ്റത്തിന് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട്, അപ്പ, ഞാൻ അടുത്ത ആഴ്ച മുതൽ നല്ലവനായി ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൻ അത് സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച അവൻ നല്ലവനായി ജീവിച്ചു. അതിൻ്റെ ഫലം എന്തെന്നറിയുവാൻ അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഈ ആഴ്ച വളരെ മര്യാദക്കാരനായി ജീവിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ കഴിഞ്ഞ ആഴ്ച എത്രയധികം വഷളനായിട്ടാണ് നീ ജീവിച്ചത്. ആ വാക്ക് മകനെ വളരെ വേദനിപ്പിച്ചു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു പ്രകൃതിയും സ്വഭാവവും ലേശം പോലും അപ്പനിലില്ലല്ലോ. ദൈവം ക്ഷമിച്ചാൽ അതോടൊപ്പം തന്നെ ആ വിഷയം മറക്കുകയാണ് ചെയ്യുക. ഇതാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം. മനുഷ്യർ പൊതുവിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ജീവകാലം മുഴുവൻ മറക്കാതെ ഓർത്ത് ഇരിക്കും. അവർക്ക് ന്യായീകരണം ഇപ്രകാരമാണ്, ഒരു മുറിവുണ്ടായാൽ അത് കരിഞ്ഞ ശേഷം അതിൻ്റെ പാട് അവശേഷിക്കുമല്ലോ, അതുപോലെയാണ് ക്ഷമിച്ചാലും മറക്കാൻ പറ്റാത്തതെന്ന് പറയും. വിവിധ മതസ്ഥർ പാപത്തെയും പാപക്ഷമയെയും വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, യഹൂദമതം, ഇങ്ങനെ പല മതവ്യത്യാസ നിലപാടുകളാണ്. കൊലോസ്യർ 1:13-14 വാക്യങ്ങൾ പറയുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അതിൻ്റെ കാരണം യേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. സംഖ്യാപുസ്തകം 14:19-21 വാക്യങ്ങളിൽ, നിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് ക്ഷമിച്ചത് വന്നപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതിന് യഹോവ ഉത്തരം പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മീക 7:18-19 വാക്യങ്ങൾ, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സദൃശനാരുള്ളൂ.
കോപം വെച്ചുകൊള്ളുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം, ദയ കാണിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയുകയും ചെയ്യുന്നു. മനുഷ്യർ ക്ഷമിച്ചാലും മറക്കാതെ ഇരുന്ന് തരം കിട്ടുമ്പോൾ പരസ്യമായിട്ടല്ലാതെ പാര പണിയുവാൻ മിടുക്കരാണ്. കർത്താവ് പറഞ്ഞ് 70 വട്ടം ക്ഷമിക്കണമെന്നാണ്. പ്രതികാര ചിന്തയുള്ള ലാമേക്കിനെ പോലെ ആകാതെ സ്തേഫാനോസിനെ പോലെയും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ പോലെ നമ്മോട് ദോഷം ചെയ്തവരോട് ക്ഷമിക്കുവാൻ ഏവർക്കും സംഗതിയാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6:9 മുതൽ 15 വാക്യങ്ങളിൽ കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മർക്കോസ് 11:25 ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. യഹൂദർ പാവപരിഹാര ബലി അർപ്പിക്കും. അതുപോലെ മറ്റു പല സമൂഹങ്ങളിലും പൂജകളും മറ്റു കർമ്മങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ മനുഷ്യൻ മറക്കാൻ പറ്റാതെ പോകുന്നത് തങ്ങൾ ക്ഷമിച്ചതുപോലെ ഏത് മാനദണ്ഡത്തിലാണ്? അങ്ങനെയുള്ളവർക്ക് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയും? ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെന്ന്. അപ്പോൾ ആത്മാവിൽ കപടം ഉള്ളവരായിട്ടല്ലേ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന്. യോനയുടെ ചിന്താഗതിക്കാർ ആകരുത്. നിനവേക്കാർക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ പ്രസംഗിച്ച യോനയുടെ ഉള്ളിൽ ഉയർന്നു വന്നത് പട്ടണത്തിന് എന്ത് ഭവിക്കുമെന്നാണ്. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതിനാലാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ സ്വഭാവമായി ബന്ധപ്പെടുത്തുവാൻ സാധിക്കാത്തത്. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ക്ഷമിക്കുവാനും മറക്കുവാനും വേണ്ട ദൈവകൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Yeah.